സമയം രാവിലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു എന്തോ പ്രശ്നമുണ്ട്, അഖിലൊക്കെ വണ്ടിയെ പോയതാ, എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. വിളിച്ചപ്പോഴാണ് ഇവർ അറിയുന്നത്. എന്തായാലും പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ബന്ധുവാണോ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അയൽവക്കംകാരനാണ്, പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത്. കാര്യം അടുത്ത ബന്ധുവോ ബ്രദറോ വല്ലോ ആളെ പെട്ടെന്ന് അവർ പറയുമല്ലോ, അതിനുവേണ്ടി അങ്ങനെ ചോദിച്ചതായിരിക്കാം. ഞാൻ വിളിച്ചെന്നിട്ട് എൻ്റെ പേര് വിളിച്ച ഇങ്ങോട്ട് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പം എന്നെ അറിയാവുന്ന ഉദ്യോഗസ്ഥനാണ്. കടബാധ്യത കഴിഞ്ഞ ദിവസം എന്നോടും ആദിക്കുന്ന മനോജിനോടും അഖില് പറഞ്ഞത് 1.5 കോടി രൂപ അവൻ്റെ അമ്മായി ചെന്ന് പറയപ്പെടുന്നയാൾ. കാര്യം പള്ളി വെച്ച് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. 1.5 കോടി രൂപ പുള്ളി കൊണ്ടുപോയെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഈ സഹിച്ചാൽ അഡ്വാൻസ് കിട്ടിയ കാശിലാണ്ട് 18 ലക്ഷം രൂപ 20 ലക്ഷം രൂപ കൊടുത്ത് അഖിലിൻ്റെ ഭാര്യ എന്ന് പറയപ്പെടുന്ന ആ പെൺകുട്ടിയെ വിദേശത്തോട്ട് കയറ്റി അയക്കുകയും ചെയ്തിട്ടുണ്ട്. UK ഏതാണ്ടാ പോയേക്കുന്നത് ഉപരിപഠനത്തിന്. എന്നാ +2 ഏതാണ്ട UK 10-20 ലക്ഷം രൂപ അഡ്വാൻസ് കിട്ടിയ കാശും അവർ കൊണ്ടുപോയി. ദുരൂഹത എന്ന് പറഞ്ഞാൽ സജി പുതുപ്പറമ്പിൽ എന്ന് പറഞ്ഞ ആൾ ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് 1% പോലും വിശ്വാസമില്ലെന്നല്ല ഈ നാട്ടുകാർക്ക് വിശ്വാസമില്ല. അതുപോലെ മനക്കെട്ടിയുള്ളൊരു മനുഷ്യനാണ്. കാര്യം ഞങ്ങളോട് എല്ലാ കാര്യവും സംസാരിക്കുന്ന. എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ജോജി എനിക്ക് കളിക്കാനൊരു 50 സെൻറ്റ് സ്ഥലം ചെറിയൊരു വീടും മതി. കാര്യം പുള്ളി ആ വീട്ടിലാണ് താമസം. കഴിഞ്ഞ ദിവസം വരെ വീട് പണിയുന്നതിന് വരെ ആ വീട്ടിലാണ് താമസം. പുള്ളിക്ക് അല്ലാതെ ഒരു വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഈ 1.5 കോടി രൂപ ബിബിൻ അടിച്ചുകൊണ്ട് പോയെന്നുള്ളത് എല്ലാവർക്കും അറിയാം. വേറെയും ബിബിൻ ഇവനെ ജാമ്യം നിർത്തി ഒരുപാട് പേരുടെ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. അവനെയാണ് വരുന്നത്. അവൻ ദുബായിൽ പോയി അവിടെ സ്വർണ്ണ ബിസിനസ്സാണെന്നാണ് പറയുന്നത്. എന്നാ അതിൻ്റെ നമ്പരും ഒക്കെ എനിക്ക് തന്നായിരുന്നു, ഫോൺ നമ്പർ. അതായിരിക്കും അവർക്ക് പിടിച്ച്. അവർ സാധാരണ മനുഷ്യരല്ലേ. ഇപ്പോൾ ഒരു ബിസിനസ്, ഇപ്പോൾ ബിബിന് പിടിച്ച് നിൽക്കാം, 10 കോടി കടമുണ്ടല്ലോ. അവൻ ഈ തരികട ചെയ്യുന്നുണ്ട്. ഈ സാധാരണ പറമ്പിൽ പണിയുന്ന ഒരാൾക്കും അവരുടെ കുടുംബത്തിനും ഈ നാട്ടുകാരോട് സമാധാനം പറഞ്ഞും ഒന്നും പിടിച്ചിരിക്കാൻ പറ്റിയല്ലോ.